അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റീവ്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡയറക്റ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പം എല്ലാ ബേസിസിനകത്തും എന്താണ് ഒരു എറർ വന്ന് കിടക്കുന്നത്? കമ്പോണന്റ് ലൈൻ ഫംഗ്ഷൻ 45 വേണ്ടേ? ഇതൊന്ന് നോക്കിക്കോട്ടെ. ഒരു എക്സ്ട്രാ ഒരു പ്ലേസസ് മിസ്സിംഗ്. ഫൈൻ. വെൽക്കം ബാക്ക് ഡയറക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഡയറക്ടേഴ്സ് പറഞ്ഞാൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള എവിടെയും ഇരിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഡയറക്റ്റീവ് ആണ് ഹൈലൈറ്റ്. അപ്പോൾ നമുക്കുള്ള ഒരു ഹൈലൈറ്റ് ഡയറക്ടേഴ്സ് പറഞ്ഞാൽ NG മീൻസ് NG ജനറേറ്റിന്റെ ഷോർട്ട് ഫോം ആണ് ഡയറക്റ്റ് ഹൈലൈറ്റ്. അപ്പം നമ്മൾ ആദ്യം ആ ഹൈലൈറ്റ് ഡയറക്റ്റീവിലേക്ക് പോകാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഹോസ്റ്റ് ബൈൻഡിങ് വെച്ചിട്ട് ക്ലാസ് നെയിം ആഡ് ചെയ്യാൻ പോകാം. നമ്മളിത് ചൈൽഡ് കമ്പോണന്റിനകത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ കൊടുത്ത് ഹൈലൈറ്റഡ് ക്ലാസ് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ വരണമെന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചൈൽഡ് കമ്പോണന്റിനകത്ത് നമുക്ക് ആ ഡയറക്റ്റീവ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ ഡയറക്റ്റീവിനെ ഇമ്പോർട്ട് ചെയ്യണം. ഹൈലൈറ്റ് ഡയറക്റ്റീവിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഹൈലൈറ്റ് ഡയറക്റ്റീവിന് ആപ്പ് ഹൈലൈറ്റ് എന്ന് പറയുന്ന അതിൻ്റെ സെലക്ടർ നമ്മൾ ചൂസ് ചെയ്യുന്നു. അത് നമ്മൾ ചൈൽഡ് എലിമെന്റിനകത്ത് ഞാനിവിടെ ആപ്പ് ഹൈലൈറ്റ് കൊടുക്കാം. I will come back to ക്ലാസ് നെയിം എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ സ്മോൾ ലെറ്റർ നമുക്ക് ആ ഹോസ്റ്റ് ബൈൻഡിങ്ങിന്റെ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹോസ്റ്റ് പ്രോപ്പർട്ടി നെയിം ക്ലാസ്സസ് ആണെങ്കിൽ പ്രിഫിക്സ് ബൈ ക്ലാസ്സസ്, സ്റ്റൈൽസ് ആണെങ്കിൽ പ്രിഫിക്സ് ബൈ സ്റ്റൈൽ, ആട്രിബ്യൂട്ട് ആണെങ്കിൽ ആട്രിബ്യൂട്ട് ബൈ ആട്രിബ്യൂട്ട്. അപ്പോൾ നമുക്കിവിടെ ക്ലാസ് നെയിം ആയിരുന്നു വേണ്ടത്. അപ്പം നമ്മൾ ക്ലാസ് നെയിം
സ്റ്റൈലും അട്രിബ്യൂട്ടും ഉണ്ട്. പിന്നെ ഓപ്ഷൻ ഡോം പ്രോപ്പർട്ടി ക്യാൻ ബി class dot valid get valid, class dot valid, class dot invalid, style color, style width or pixel, attribute ARA required ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ attribute ബൂളിയൻ ആക്കുന്ന രീതിയിൽ അങ്ങനെ കുറെ ഹോസ്റ്റ് ബൈൻഡിങ്സ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഹോസ്റ്റ് ബൈൻഡിങ് ഐ ഡി, ഗെറ്റ് ഐ ഡി, റിട്ടേൺ കൺട്രോൾ ഡോട്ട് വാല്യൂ ഡോട്ട് ലെങ്ത്, ഓഡ് ആണോ ഈവൻ ആണോ ഐ ഡി ആയിട്ട് കൊടുക്കേണ്ടത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഹോസ്റ്റ് ബൈൻഡിങ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം 1 by 1 ആയിട്ട് രണ്ടുമൂന്നെണ്ണം ചെയ്ത് നോക്കാം. നമുക്ക് ക്ലാസ് ഡോട്ട് ഹൈലൈറ്റഡ് എന്ന് തന്നെ, ഈ ക്ലാസ് ഡോട്ട് ഹൈലൈറ്റഡ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് വേറൊരു ക്ലാസ് ആഡ് ചെയ്യാം. ഹൈലൈറ്റർ ക്ലാസ് നെയിം ഹൈലൈറ്റർ ഇസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ക്ലാസ് ഡോട്ട് ഹൈലൈറ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോഴും ഹൈലൈറ്ററിന്റെ വാല്യൂ ക്ലാസ് ഇസ് ഈക്വൽ ടു ഹൈലൈറ്റർ എന്ന് പറയുന്ന ആപ്പ് അവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് ഇതിന് ബോർഡർ കൊടുക്കാം. വേറൊരു ഹോസ്റ്റ് ബൈൻഡിങ് ഇട്ട് നോക്കാം. style dot border, അതിലൂടെ ഒരു ബോർഡർ കൂടെ അതിൻ്റെ ആ ഒരു ശതമാനം എന്ന് പറയുന്ന പേരിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. You can see its style is equal to border 1 pixel solid red over here. ഇനി നമുക്ക് ഈ ഹൈലൈറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഒരു ഇൻപുട്ട് സിമ്പിൾ വഴി ചെയ്യണം എന്ന് വിചാരിച്ചു. അതായത് നമുക്കിപ്പം നമുക്കിപ്പം ഹൈലൈറ്റ് എല്ലാ കേസിലും ഹൈലൈറ്റ് വേണ്ട, ചില കേസസിൽ മാത്രം ഹൈലൈറ്റ് മതി എന്നുള്ളതാണെങ്കിൽ നമുക്കിവിടെ അറ്റ് ഇൻപുട്ട് വന്നിട്ട് ദിസ് ഡോട്ട് ഈസ് ഹൈലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളവിടെ അവിടെ ഇപ്പം ഹൈലൈറ്റ് മാറിയിട്ടുണ്ട്. ഈ ഹൈലൈറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഇൻപുട്ട് വാല്യൂവിനെ നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യണം, ഈ ചൈൽഡ് കമ്പോണന്റിൽ നിന്ന് പാസ് ചെയ്യണം. അത്
ട്രൂ ആയിട്ട് വന്നു. സോ ഒരു ഡയറക്ടറി നമ്മളൊരു കമ്പോണ്ട് നമ്മൾ ഈ ആപ്പ് ഹൈലൈറ്റ് കൊടുത്തു കഴിയുമ്പം ഈ ആപ്പ് ഹൈലൈറ്റിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും എല്ലാം ഒരു കമ്പോണന്റിനകത്ത് നമ്മൾ എങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് എഴുതുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും എല്ലാം പറ്റും. അതുപോലെ തന്നെ attribute dot is disabled. ഇപ്പം ഇത് നമ്മൾ ഇതൊരു ഹൈലൈറ്റിനുള്ള ഒരു ഇതാണല്ലോ നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നമുക്ക് attribute dot disabled എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഈ പാലറ്റിനെ കോപ്പി ചെയ്ത് നമുക്ക് ഈ ബട്ടണിൽ നമുക്ക് അറിയാൻ പറ്റും. നോക്ക് ബട്ടൺ എന്ന് പറയുന്ന സംഭവം നമുക്കിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും